നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോവലിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകാം. കൈകൾ കൂപ്പിക്കൊണ്ട് ഡോക്ടർ ശാലിനി മറുപടി പ്രസംഗം തുടങ്ങി. ഇന്ന് ഞാൻ ഈ ബഹുമതി സ്വീകരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിലാണ്. ആദ്യം തന്നെ എൻ്റെയും ആനന്ദിൻ്റെയും ജീവിതം ധന്യമാക്കിയ കാരുണ്യ കേന്ദ്രത്തിനും അതിനെ അംഗീകരിച്ച് തന്ന ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനും ഞാൻ നന്ദി പറയട്ടെ. ഇതൊന്നും ആഗ്രഹിച്ചല്ല ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഒരിക്കൽ വഴിമുട്ടിയ ഞങ്ങളുടെ ജീവിതം വീണ്ടും മുന്നോട്ടു പോകാൻ സഹായിച്ച ദൈവത്തിന് കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചതാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ബഹുമതിക്ക് പിന്നിൽ ഞാൻ ഒറ്റയാളല്ല. ഞാൻ കേവലം ഒരു ശബ്ദം മാത്രമാണ്. അവശരായവരുടെ ശബ്ദം, അവസാനമായി കണ്ണുകൾ തുറന്നടയ്ക്കുന്നവരുടെ ആകുലത, മരണത്തിൻ്റെ ശാന്തതയിൽ സ്നേഹം തിരയുന്ന എല്ലാ ആത്മാക്കളുടെയും രോദനം, ഇവയൊക്കെയാണ് കാരുണ്യകേന്ദ്രം. ഞാൻ ആദ്യം മരണത്തെ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണുകളിലൂടെയായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളൊരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ മതകാട് എന്ന ഒരു കുഗ്രാമത്തിൽ ആണ് എൻ്റെ വീട്. പണ്ട് സ്ത്രീകൾ വീടിന് പുറത്തുപോലും ഇറങ്ങാതെ വീട്ടുജോലികൾ മാത്രം ചെയ്ത് ജീവിതം ഹോമിച്ച് നരകയാതന അനുഭവിക്കുന്ന രീതിയായിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം. ഞാൻ കാണുമ്പോൾ മുതൽ എൻ്റെ അമ്മയുടെ മുഖത്ത് നിരാശ എന്ന ഒരൊറ്റ വികാരം മാത്രമായിരുന്നു. ഒരിക്കലും തീരാത്ത വീട്ടുജോലികൾ, രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെ അടുക്കളയിൽ തന്നെ. അമ്മയുടെ സുഖമോ ദുഃഖമോ അച്ഛൻ ഉൾപ്പെടെ ആരും അന്വേഷിക്കാറേയില്ല. എത്രയോ നാളായി ക്ഷീണവും പ്രയാസങ്ങളും കൂട്ടി അമ്മ ജീവിച്ചുപോയി. അവസാനം മരണക്കിടക്കയിൽ അമ്മയുടെ ഉള്ളിലെ സങ്കടമോ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളോ പോലും പറയാൻ പറ്റാതെ അമ്മ മരിച്ചുപോയി. അന്ന് ഞാൻ ഡൽഹിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന അമ്മയുടെ ദയനീയമായ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിലുണ്ട്. എനിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊരു തീരാ ദുഃഖമായി ഞാൻ ഇന്നും മനസ്സിൽ പേറുന്നു. അമ്മയുടെ മരണക്കിടക്കയിൽ അമ്മ ഒറ്റയ്ക്കാകേണ്ടി വന്നു. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം പോലും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചില്ല. ജീവിതം പിന്നെയും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെയും മരണങ്ങളും ദുഃഖങ്ങളും എനിക്ക് സമ്മാനിച്ചു. എൻ്റെ പ്രിയ ഭർത്താവ് മനുവിൻ്റെ മരണം എന്നെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഒരിക്കൽ എൻ്റെ ചേച്ചി അവരുടെ ദുഃഖം ഒരു ഗുരുനാഥയുടെ മരണത്തിലൂടെ എന്നെ അറിയിച്ചു. ആ ഗുരുനാഥയുടെ കരളലിയിക്കുന്ന ജീവിതാന്ത്യം എന്നോട് വിവരിച്ചു. അവസാന കാലത്ത് നോക്കാൻ ആരുമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് പുഴുവരിച്ച് കിടന്ന് നരകിച്ച അവരുടെ യാതന, അതും എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അപ്പോഴൊക്കെ മരണപ്പെട്ടു പോകുന്നവർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കടമ എന്നിൽ കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരുന്നു. ഒറ്റയ്ക്കായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദിനെ കണ്ടുമുട്ടി. എൻ്റെ വഴിമുട്ടിയ ജീവിതത്തിന് വീണ്ടും ചിറകുകൾ മുളച്ചു. എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ സന്തോഷത്തോടെ എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഈ കാരുണ്യപ്രവർത്തനം തുടങ്ങി. ഞങ്ങളുടെ മക്കളുടെ നിർവാജ്യമായ പിന്തുണയും ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. മരണസമയത്ത് എന്നിൽ കൂടി സാന്ത്വനം ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചിട്ടുള്ളവരുടെ മരണത്തിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. അതാണ് എൻ്റെ ജീവിതാഭിലാഷവും. നന്ദി, ഏവർക്കും നന്ദി. ഇതെൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ കാരുണ്യ കേന്ദ്രത്തിൻ്റെ മുഴുവൻ പേരുടെയും നന്ദിയാണ്. കൈകൾ കൂപ്പിക്കൊണ്ട് ഡോക്ടർ ശാലിനി പറഞ്ഞു നിർത്തി. കാരുണ്യ കേന്ദ്രത്തിന് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ മെഡൽ OAM കൈവന്നതിന് ശേഷം മറ്റു പല അംഗീകാരങ്ങളും ലഭിച്ചു. ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ അവാർഡ്, പാലിയേറ്റീവ് കെയർ ഓസ്ട്രേലിയൻ അവാർഡ്, പാലിയേറ്റീവ് കെയർ എക്സലൻസ് അവാർഡ്, വിക്ടോറിയ ഹെൽത്ത് അവാർഡ്, നഗരസഭ നൽകുന്ന സിറ്റി ഓഫ് മെൽബൺ അവാർഡ് തുടങ്ങിയ ധാരാളം അംഗീകാരങ്ങൾ ഈ കാരുണ്യകേന്ദ്രം ഡോക്ടർ ശാലിനിയുടെ കൂടെ ഏറ്റുവാങ്ങി. സിറ്റി ഓഫ് മെൽബൺ അവാർഡ് നഗരസഭ നൽകിയ ആ ചടങ്ങിൽ ഡോക്ടർ ശാലിനി തൻ്റെ ജീവിതം പകർത്തിയ ആത്മകഥയായ അമ്മുവിൽ നിന്ന് ശാലുവിലേക്ക് എന്ന പുസ്തകം അവാർഡ് നൽകിയ നഗരസഭാ മേയർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ദിനമാണെന്ന് മറുപടി പ്രസംഗത്തിൽ ഡോക്ടർ ശാലിനി എടുത്തു പറഞ്ഞു. മേയറും മറ്റ് വിശിഷ്ട അതിഥികളും ഡോക്ടർ ശാലുവിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്.
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.